എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ബൺ ദോശയാണ് ഇന്നത്തെ റെസിപ്പി. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള മൊരിഞ്ഞ ബൺ ദോശ കുറഞ്ഞ ചെലവിൽ എളുപ്പമായിട്ടുണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഈ ബൺ ദോശ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. സ്പോഞ്ചി ആയിട്ടുള്ള ബൺ ദോശ ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് റവ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് വറുത്തതോ വറക്കാത്തതോ ആയാൽ കുഴപ്പമില്ല. ഈ റവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയൊന്നും അധികമാകരുത്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിലാണ് ഞാൻ റവയൊക്കെ എടുത്തത്. നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ല ഫൈനായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ബാറ്ററിലേക്ക് ഒഴിക്കാൻ നമുക്ക് ഒന്ന് താളിപ്പും കൂടെ റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വഴലണ്ട. ഈ പരുവത്തിൽ നമുക്ക് ഈ മിക്സ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ഞാൻ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബൺ ദോശയുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കുഴിവുള്ള ഏതെങ്കിലും ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ മതി. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 തവി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാവൂ. നമുക്ക് ഈ ബൺ ദോശ ഒന്ന് നോക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ 1.5 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അകം വേകാതെ പോകും. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് അടുത്തതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. വെറൈറ്റി രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണിത്. 1 കപ്പ് റവ കൊണ്ട് നമ്മൾ 3 ബൺ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ബൺ ദോശ റെഡിയായിരിക്കുകയാണ്. വളരെ എളുപ്പമെന്നാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നത്. നല്ല സോഫ്റ്റും ഇൻസ്റ്റൻറ്റുമാണ് ഈ ബൺ ദോശ. ഇതിന് നല്ല ചട്നി കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
നാളെ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.